തന്നെ അജിത് ഡോവൽ ഇറങ്ങി. ഇനിയിപ്പോൾ വലിയ ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കാണോ പോകുന്നത്? കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയൊക്കെ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ക്യാബിനറ്റും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ് സ്ഥിതി? അജിത് ഡോവൽ ഇറങ്ങിയാൽ നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും, നടത്തിയിട്ടേ തിരിച്ചു പോരൂ എന്നുള്ളത്. അപ്പോൾ ഡോവലും ജയശങ്കറും പ്രധാനമന്ത്രിയും കൂടി നടന്ന ഒരു കൂടിക്കാഴ്ച, ഈ കൂടിക്കാഴ്ചയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊരു യുദ്ധ പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയാണോ എന്ന് പോലും പലരും സംശയിക്കുന്നു. നമുക്ക് ഈ പൂർണ്ണമായും സൈന്യത്തിന് പൂർണ്ണ പിന്തുണയും പൂർണ്ണ സ്വാതന്ത്ര്യവും പ്രധാനമന്ത്രി നൽകിയെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 6 ഭീകരരെയും ജീവനോടെ പിടികൂടണം. കാരണം ജീവനോടെ പിടികൂടിയാൽ മാത്രമേ പാകിസ്ഥാനെതിരെ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടൂ. ആരാണ് ഇവരെ അയച്ചത്, എന്തിനാണ് ഇവരെ അയച്ചത്, എന്താണ് ഇവരുടെ ഉദ്ദേശം. പ്രത്യേകിച്ച് പാക് കമാൻഡർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ 1.5 വർഷം മുൻപ് കാശ്മീരിൽ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഇവർ കാശ്മീരിലേക്ക് വന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാണ്, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇവർ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ സൈനിക അല്ലെങ്കിൽ അതിൻ്റെ മേധാവികൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന വിവരങ്ങൾ. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി വീണ്ടും യോഗം ചേർന്ന് നൽകുന്നത് അതിവേഗ നീക്കങ്ങൾ ഉണ്ടാക്കാം എന്ന സൂചനയാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങൾക്കും രാഷ്ട്രീയ കാര്യങ്ങൾക്കുമായുള്ള മന്ത്രിസഭാ സമിതിയും യോഗവും ചേർന്നിരുന്നു. പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരരെ ജീവനോടെ പിടിക്കാൻ സൈന്യത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനും പാക് പങ്ക് തെളിയിക്കുന്നതിനുമാണ് ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക തലത്തിൽ ഭീകരർക്ക് പിന്തുണ നൽകിയവരെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. എത്ര ഭീകരരാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ സുരക്ഷാ ഏജൻസികൾ ആശയക്കുഴപ്പത്തിലാണ്. ഇതിൽ ഉടൻ വ്യക്തത വരുത്തും, അതിനാകും ആദ്യം മുൻഗണന നൽകുന്നത്. NIA സംഘം ബുധനാഴ്ച ബൈസറിലെത്തി. ഫോറൻസിക് വിദഗ്ധരും ഒപ്പം ഉണ്ടായിരുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി അക്രമരംഗങ്ങൾ പുനഃസൃഷ്ടിച്ചു. കശ്മീരിൽ മറ്റൊരു ആക്രമണത്തിന് കൂടി ദി റെസിഡന്റ് ഫ്രണ്ട് തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അക്രമ സാധ്യതയുള്ള മേഖലകളിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രത രാജ്യത്തുടനീളമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ആക്രമണം ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാനും. അതുകൊണ്ട് അവരും ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി നഗരങ്ങളിലും പാക് അധീന കാശ്മീരിലും F-16 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ജിൽജിത്തിലും സ്കർദുവിലേക്കുമുള്ള വിമാനം പാകിസ്ഥാൻ എയർലൈൻസ് റദ്ദാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യത്തിൽ വ്യോമമേഖല അടച്ച് കടുത്ത നടപടിയുമായി ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എല്ലാ വിധത്തിലും സൈന്യത്തിനെ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി, ഇപ്പോൾ വെള്ളത്തിന്, അതോടൊപ്പം തന്നെ മരുന്നിന്, അവശ്യ വസ്തുക്കൾക്ക് എല്ലാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ടൂറിസത്തിന് നഷ്ടമായാൽ കൂടി അതെല്ലാം അടച്ചുകൊണ്ടും ഒരു സുസജ്ജമായ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബിനു പറഞ്ഞത് തന്നെയാണ് കൃത്യം. എല്ലാ മേഖലകളിലും പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന് തന്നെയാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ പാകിസ്ഥാൻ അടിയന്തരമായി വ്യോമമേഖല അടച്ചിരുന്നു. ഇതിന് പകരമാണ് ഇന്ത്യയുടെ നടപടി. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമ അതിർത്തി ഇനി ലഭ്യമല്ല. വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യമായ വിവരങ്ങൾ അടങ്ങിയ അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ അത് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഏപ്രിൽ 30 മുതൽ മെയ് 23 വരെയാണ് ഇപ്പോൾ അടച്ചിടുന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പിന്നീടുള്ള നടപടി അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കും. പഹൽഗാം ഭീകരാക്രമണ വീഴ്ചയ്ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് അഴിച്ചു പണിതിട്ടുണ്ട്. ഇന്നലെ നമ്മളത് പറഞ്ഞിരുന്നു. ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് സർവകക്ഷി യോഗത്തിലും സർക്കാർ അറിയിച്ചിരുന്നു. ഇന്റലിജൻസ് വീഴ്ചയിൽ രാജ്യത്തെ വിമർശനം ശക്തമാവുന്നതിനിടെയാണ് ഈ അഴിച്ചുപണി. എന്നാൽ പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ മാറ്റിയിട്ടില്ല. ഇത് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഡോവലുമായി കൂടുതൽ അടുത്ത ബന്ധമുള്ളവരാണ് ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡിൽ ഉള്ളത്. മെച്ചപ്പെട്ട ഏകോപനം ഉറപ്പുവരുത്താനാണ് ഇതെല്ലാം. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനായി നിയമിച്ചിട്ടുണ്ട്.
മുൻ എയർ മാർഷൽ PM സിൻഹ, മുൻ ലഫ്റ്റനന്റ് ജനറൽ AK സിൻഹ, റിയൽ അഡ്മിറലായിരുന്ന മോണ്ടി ഖന എന്നിവരെ ബോർഡിൽ ഉൾപ്പെടുത്തി. മുൻ IPSകാരായ രാജീവ് രഞ്ജൻ വർമ്മയും മൻമോഹൻ സിംഗും മുൻ IFS ഉദ്യോഗസ്ഥൻ B വെങ്കടേഷ് വർമ്മയും ബോർഡിലുണ്ട്. എന്തായാലും അതിർത്തിയിൽ ഇന്ത്യ കർശന നിലപാടിലേക്ക് പോവുകയാണ്. നിയന്ത്രണ രേഖയിലും ജമ്മു കശ്മീർ രാജ്യാന്തര അതിർത്തിയിലും പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ നടത്തുന്ന വെടിവയ്പ്പിനെതിരെ ഇന്ത്യയുടെ താക്കീത് രാജ്യാന്തര തലത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ സൂചനയാണ് ഇത് മുന്നോടിയായാണ് പല താക്കീതുകളും പാകിസ്ഥാന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും DGMOമാർ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ സംഭാഷണത്തിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിവയ്പ് നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും DGMOമാർ സംസാരിച്ചതും താക്കീത് നൽകിയത്. നിലവിൽ രാജ്യാന്തര അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് ഇന്ത്യ പറയുന്നു. ഏപ്രിൽ 26-നും 27-നും ടുട്ട്മാരി, ഗാലി, റാംപൂർ സെക്ടറുകളിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവെപ്പിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ അധികാരവും നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലുമുള്ള പഴുതടച്ച നീക്കം ഡോവൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ഭീകരരെ ജീവനോടെ പിടിച്ച് ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണ് എങ്കിൽ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കാരണം അല്ലേ, അതായത് ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ഇതിപ്പം ജമ്മുകാശ്മീർ അവർ പറയുന്നു ഇത്തരത്തിൽ ഞങ്ങളുടെ വീഴ്ചയാണെന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി അടക്കം പറയുന്നു. പാകിസ്ഥാൻ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അവർ ഇതിൻ്റെ ലഷ്കർ-ഇ-തോയ്ബ അടക്കമുള്ള സംഘടനകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ വാർത്തകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇന്ത്യയുടെ നീക്കങ്ങളിൽ പേടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലുള്ള സൈനികർ ഉൾപ്പെടെ 4,500 പാകിസ്ഥാനിലെ പട്ടാളക്കാർ ഉൾപ്പെടെ 250 ഉദ്യോഗസ്ഥർ മുങ്ങിയിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ പുതിയ കണക്കുകൾ പ്രകാരം വീണ്ടും കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാണ്, 5000-ഓളം ആകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പട്ടാളക്കാരെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിൽ സൈന്യത്തിന് വലിയ പണിയില്ല. മറ്റേ ഷഹബാസ് ഷരീഫിനെയൊക്കെ കൂടെ ഇനി കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്താൽ മതി. ആ രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ആഭ്യന്തര കലാപം അതിരൂക്ഷമായി. കാരണം പല അവശ്യ വസ്തുക്കളും കിട്ടാനില്ല, വെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ മരുന്നുകൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇങ്ങനെ പോയതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് ജനങ്ങൾ ഭരണാധികാരികളൊക്കെ കുറ്റം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നുള്ള 5 ലക്ഷത്തോളം പാക് യുവതികളെ തിരിച്ചയക്കാനുള്ള തീരുമാനം ഉടനെ വരുന്നുണ്ട്. അവരെ കൂടി അവിടെ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ അതൊക്കെ തന്നെ വലിയ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ വില നൽകേണ്ടി വരും. പാകിസ്ഥാന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും. അതോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളുടെ പിന്തുണയെല്ലാം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ 20 കോടി ജനങ്ങളെ അതിൻ്റെ അകത്തുള്ളൂ. ഈ 20 കോടി ആളുകളെ വെച്ചിട്ടാണ് ഈ കിടന്ന് ഈ പരാക്രമണങ്ങളൊക്കെ പാകിസ്ഥാൻ നടത്തുന്നത്. പിന്നെ പട്ടാള അട്ടിമറി ഏത് സമയത്തും നടക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. കാരണം ജനാധിപത്യ രാജ്യമല്ല അവിടെ. ഭരണകൂടം അങ്ങനെയൊക്കെ ആണെങ്കിലും പട്ടാളമാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, പ്രതിരോധ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്, ഇതൊക്കെയാണ് പട്ടാളം പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും അവിടുത്തെ ഭരണകൂടം ഇടപെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ പട്ടാള അട്ടിമറി നടത്തി പിന്നെ ആ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കും പട്ടാളം. അതാണ് അവിടെ നടക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതൊരു ജനാധിപത്യ രാജ്യമാണ്. 5 വർഷം ഒരു സർക്കാർ ഭരിക്കുന്നു. ആ സർക്കാരിൽ കൃത്യമായി എന്താ പറയുക, സർക്കാർ ജനങ്ങൾക്ക് വികസനം തന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അടുത്ത ആളുകൾ മാറ്റിപ്പിടിക്കും. അതാണ് ഇന്ത്യയുടെ ഒരു ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. അത് പാകിസ്ഥാൻ അനുകരിക്കാൻ കഴിയില്ല. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കും. ഇവർ വിചാരിച്ചത് എന്താണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കാം, എന്നിട്ട് അതിലൂടെ ഇവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ കശ്മീരിലെ പഹൽഗ്രാമിൽ മതം ചോദിച്ചുകൊണ്ട് അമുസ്ലിങ്ങളെ എല്ലാം തീർത്തുകൊണ്ട് ഇവർ ഈ ചെറ്റത്തരം കാണിച്ചിട്ടും ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നെഞ്ചത്തടിക്കാൻ കയറിയോ? ഇന്ത്യയുടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ നെഞ്ചത്തടിക്കാൻ കയറിയോ? ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടു? ഇല്ല, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവന്മാരും മനസ്സിൽ കാണുമ്പോൾ ഇന്ത്യ മാനത്ത് കാണുമെന്ന് പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഒരു വിളച്ചിലും ഇന്ത്യയിൽ നടക്കില്ല. അതിപ്പോഴും ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.